ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ പല ആൾക്കാരും സഡൻ ട്രാവൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഷോർട്ട് ജേണി അല്ലെങ്കിൽ ലോങ് ജേണി കാണാൻ സാധിക്കുന്നു. ആൾക്കാരുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഏതെങ്കിലും ഒരു സൈക്കിള് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇവിടെ ഈ ഒരു കംപ്ലീഷൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണ് കംപ്ലീറ്റ് ആകുന്നത് എന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ മൂവ്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു സൈക്കിളിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനർജി നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നിർണായകമായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്തു വരുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണ് ട്രാപ്ഡ് ഫീലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, സ്റ്റക്കായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നതായിട്ടാണ് നിങ്ങൾ തോന്നുന്നത്. ഇവിടെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അവിടെ ഒത്തിരി ചാലഞ്ചസും ഒത്തിരി ഒബ്സ്റ്റിക്കിൾസും ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് തോന്നുന്നത് മതി, ഞാൻ ഇത്രയും സഹിച്ചില്ല, ഇനി എനിക്ക് പറ്റത്തില്ല, ഇനി എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ചില ആൾക്കാരുടെ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഇമോഷണൽ പർജിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം മദറുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ്, മദറുമായിട്ട് എന്തെങ്കിലും വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളിൽ പല ഇന്ന് നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടായിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇതൊരിക്കലും മാറത്തില്ല. അങ്ങനെയുള്ള ഒരു ഡിസിഷനാണ് ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മേൽ ആരെങ്കിലും ബ്ലെയിം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ മേൽ എന്തോ ബ്ലെയിം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾ ആരോടോ വഴക്കിടുന്നതായിട്ട്, എന്തായാലും നിങ്ങളുടെ മേൽ ഒരു ബ്ലെയിം വരുന്നതായിട്ടും അത് ചൊല്ലി വഴക്കിടുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ചിലപ്പോൾ ഇന്ന് നിങ്ങളെ പോലീസ് പിടിക്കുക, എന്തെങ്കിലും ബ്ലെയിം നിങ്ങളുടെ മേൽ ചുമത്തുക, ഇല്ല എങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള വീട്ടിൽ എന്തെങ്കിലും കോടതി കേസ്, പോലീസ് അങ്ങനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക, അങ്ങനെ എന്തോ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ഹെൽമറ്റ് വയ്ക്കാതെ പോകുമ്പോഴോ ലൈസൻസ് ചോദിക്കുമ്പോൾ അതില്ലാതാകുമ്പോഴോ നമ്മൾ ട്രാഫിക് പോലീസ് എന്തെങ്കിലും പറയത്തില്ലേ, അതേപോലെയുള്ള എന്തെങ്കിലും ചെറിയൊരു എനർജിയാണ്. പക്ഷേ ഒന്നുകിൽ അത് അല്ല എങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ഇന്ന് എന്തെങ്കിലും കോടതി കേസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതായിട്ടുള്ളൊരു എനർജി. ഇനി നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നതായിട്ട്, ഇല്ല എങ്കിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സാധനത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾ പൈസ കൊടുത്ത് ആ ഒരു സാധനം വാങ്ങിക്കുന്നതായിട്ടുള്ള ഒരു എനർജി. ഇവിടെ എക്സ്പെൻസിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു എനർജി. ഒന്നുകിൽ വെഹിക്കിളോ അല്ലെങ്കിൽ ഫോണോ അല്ല എങ്കിൽ ഗോൾഡോ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നിയിട്ടും നിങ്ങൾ പൈസ മുടക്കി ആ ഒരു സാധനം വാങ്ങിക്കുന്നതായിട്ടുള്ളൊരു എനർജി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിലെ സ്റ്റാർട്ടിംഗ് ഫേസിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അത് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്, അപ്പോൾ നിങ്ങൾ സംസാരിച്ച വാക്കുകൾ, അതൊക്കെ. ഇവിടെ ഉറപ്പായിട്ടും ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് ഇന്നത്തെ ദിവസം ഇമോഷൻസ്, ഫീലിങ്സ്, ലവ്, കെയർ ഇതൊക്കെ കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ ബർത്ത്ഡേ ആണെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ള ആളുടെ ആരെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലോ ഇവിടെ സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം. അതായത് ഇവർ ഭയങ്കരമായിട്ട് സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് എന്തോ ഒരു കാര്യത്തിൽ.
ഇല്ല എങ്കിൽ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകുക, എന്നിട്ട് അവിടെ സെലിബ്രേഷൻ ചെയ്യുക. അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഫയറി എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് എനർജിയിലും പാഷനേറ്റീവ് എനർജിയിലും ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഭയങ്കരമായിട്ടുള്ളൊരു ഡെഡിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പൊസസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ വാട്ടർ എനർജി വളരെ സോളിഡായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ. നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. എന്തെങ്കിലും പിണക്കങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു പിണക്കം കാണിക്കുമ്പോൾ നിങ്ങളുടെ പിണക്കം മാറ്റുവാൻ വേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങൾ പറയാമോ അതെല്ലാം പറയുന്നതാണ്. അവരുടെ ആ ഒരു വാക്കുകളിലൂടെ തന്നെ എല്ലാ പിണക്കവും മാറുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ന്യായത്തിൻ്റെ ആ ഒരു എനർജിയും ജസ്റ്റിസിൻ്റെ ആ ഒരു എനർജിയുമാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇവർ ഏതോ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇല്ല എങ്കിൽ ഇവർ എവിടെയെങ്കിലും ട്രാവൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഇവരുടെ വൈബ് വളരെ പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. ഇപ്പോൾ സിറ്റുവേഷൻ എത്ര തന്നെ നെഗറ്റീവ് ആയാലും മുന്നോട്ട് പോയിട്ട് എല്ലാം പോസിറ്റീവ് ആകുന്നതാണ്. ഇന്നത്തെ ദിവസം ഇവർക്ക് ഇവരുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ട് അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ സാധിക്കുന്നു. അത് ചിലപ്പോൾ ഫീമെയിൽ ഫ്രണ്ട് ആയിരിക്കാം, മെയിൽ ഫ്രണ്ട് ആയിരിക്കാം. ഇന്നത്തെ ദിവസം അവരുടെ കൂടെയും ഇവർ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.